500 bhp and 5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V10 എഞ്ചിൻ. ഇതൊരു F1 കാറിന്റെ സ്പെക്ക് അല്ല, ഇതൊരു BMW ഫാമിലി സെഡാന്റെ സ്പെക്കാണ്. ഏകദേശം 8000 RPM-ലായിരുന്നു ഇത് റെഡ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് BMW ഇന്നേ വരെ ഉണ്ടാക്കിയത് വെച്ച് ഏറ്റവും ഭ്രാന്തമായ പ്രൊഡക്ഷൻ കാർ. അതെ, എന്തൂസിയാസ്റ്റുകളുടെ ഫേവറേറ്റ് BMW M5 E60. 2000-ന്റെ തുടക്കത്തിൽ BMW F1 കാറുകളുമായിട്ട് V10 എഞ്ചിനുകളുമായിട്ട് റേസ് ട്രാക്കിൽ ഭരിച്ചിരുന്ന ആ കാലത്ത് BMW-ന്റെ M ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയാണ് എന്തുകൊണ്ട് ഈ V10 ഹൈ റവിംഗ് എഞ്ചിൻ ഒരു ഫാമിലി സെഡാനിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൂടാ. അങ്ങനെയാണ് BMW-ന്റെ ആ ലെജൻഡറി 5 ലിറ്റർ S85 V10 എഞ്ചിൻ തുടക്കം കുറിക്കുന്നത്. പക്ഷേ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു F1 കാറിൽ നിന്ന് നേരെ റൂട്ട് കാറിലേക്ക് എടുത്തു വെച്ചതോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈനപ്പിൽ ഉണ്ടായിരുന്ന ഒരു എഞ്ചിൻ എടുത്ത് മോഡിഫൈ ചെയ്തതല്ല. E60 M5-നായിട്ട് ഗ്രൗണ്ട് അപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു എഞ്ചിനായിരുന്നു അത്. അതായത് BMW-ന്റെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രൊഡക്ഷൻ V10 എഞ്ചിനായിരുന്നു അത്. ഏകദേശം 500 bhp-യും ഏകദേശം 502 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് V10 എഞ്ചിൻ. ഒരു NA എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിരുന്നു. അതായത് 0 to 100 എന്നത് വെറും 4.7 സെക്കൻഡ് മാത്രം മതിയായിരുന്നു ഈ വാഹനത്തിന്. പക്ഷെ ഇതിൽ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഇറങ്ങിയ സമയത്ത് അന്നേ വരെ ഉണ്ടായിരുന്ന ഒരു ടിപ്പിക്കൽ BMW ഫാനും അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റൊക്കെ മോസ്റ്റ് അഗ്ലിയസ്റ്റ് കാർ എന്ന മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാറായിരുന്നു അത്. അതായത് അതിൻ്റെ കുറച്ച് ഡിസൈൻ എലമെന്റ്സ് ഒന്നും അന്നത്തെ എന്തൂസിയാസ്റ്റുകൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നീട് കാലം തെളിയിച്ചു BMW ലൈനപ്പിൽ ഇറങ്ങിയത് വെച്ച് ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിസൈനും അടങ്ങിയ ഒരു വാഹനമായിരുന്നു E60 എന്നത്. ചില മോഡലുകൾ അങ്ങനെയാണ്, അതിനെ മനസ്സിലാക്കാൻ കാലങ്ങൾ കടന്നു പോകേണ്ടി വരും. ഇന്ന് പ്രൊഡക്ഷനിൽ ഇല്ലാത്തതും നിങ്ങളുടെ ഫേവറേറ്റും ആയിട്ടുള്ള ആ ലെജൻഡറി വാഹനം ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ.